മുലിത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. റബീഉൽ അവ്വൽ മാസത്തിയാൽ തഅവൂസ്താദ് എഴുതി വെച്ച ഈ ഒരു പാട്ടും പാടിച്ചാണ് മൗലവിയാരടക്കുക. നിങ്ങളെ സുന്നി പണ്ഡിതനായ തഅവൂസ്താദ് വരെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഈ മൗലിദ് കഴിക്കലൊക്കെ ബിദഅത്താണ് എന്നുള്ളത്. ഇവരെ വർത്താനം കേട്ടാത്തൊന്നും തഅവൂസ്താദ് മൗലിദ് കഴിക്കുന്നതിനോടൊക്കെ എതിരാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ തഅവൂസ്താദ് എഴുതി വെച്ച് നിങ്ങൾ കേട്ടോക്കി. മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന, ഇർബർ ഭരിച്ചവരാണ് ബന്ദർ മിസ്റ്റന, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ. എന്നാൽ ഈ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാവും, ഹിജ്റ 300 ശേഷം ആദ്യമായിട്ട് മുളഫർ രാജാവാണ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ തുടങ്ങി വെക്കണേന്നല്ലേ. എന്നാൽ ആ തുടക്കം എങ്ങനെയുള്ള തുടക്കം അറിയാമെങ്കിൽ ഞങ്ങൾക്ക് ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഹബീബായ മുത്തുനബി തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഒരു കാര്യത്തിലും ബർക്കത്തില്ല എന്ന്. എന്നാൽ അതേ മുത്തുനബി തന്നെ വേറൊരു ഹദീസിലൂടെ പറയുന്നുണ്ട്, ഹംദ് കൊണ്ട് തുടങ്ങാത്ത കാര്യത്തിന് ബർക്കത്തില്ല എന്ന്. ഇത് രണ്ടും കൂടി കേട്ടപ്പോൾ നിങ്ങൾ കുഴങ്ങിയില്ലേ? എന്നാൽ ഇത് രണ്ടും കൂടി എങ്ങനെ ജമ്മ് ചെയ്യേണ്ടതെന്നുള്ള ഫുഖഹാക്കളെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു കാര്യം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹഖീഖിയായ തുടക്കം ബിസ്മി കൊണ്ടായിരിക്കണം. ബിസ്മിക്ക് മുമ്പ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ അതിൻ്റെ ആപേക്ഷികമായിട്ടുള്ള തുടക്കം, ഇലാഫിയായിട്ടുള്ള തുടക്കം അത് ഹംദ് കൊണ്ടായിരിക്കണം. അതായത് നമ്മളെ മക്സൂദ് എന്താണോ അതിൻ്റെ തൊട്ട് മുമ്പ് ഹംദ് വരണം. ഹംദിന് മുമ്പ് വേറെ കാര്യങ്ങൾ വന്നാലും കുഴപ്പമില്ല, ഹംദ് കൊണ്ട് തുടങ്ങി തന്നെ പറയാം. എന്ന പോലെ റബീഉൽ അവ്വൽ മാസത്തെ ഇത്രയും ആർഭാടമായിട്ട് ആഘോഷിച്ച് കാണിച്ചു തന്നത് മുളഫർ രാജാവാണ്. അതിനർത്ഥം അതിനു മുമ്പുള്ള ആരും ആഘോഷിച്ചില്ല എന്നല്ല. റബീഉൽ അവ്വൽ 12-ന് അറവ് നടത്തുകയും എന്നിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തിട്ട് ആ ദിവസത്തിൽ പ്രത്യേകമായ അമലുകൾ കൊണ്ട് ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു തന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ഹദീസ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നിവേദക പരമ്പര സ്വഹീഹാണെന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിലടക്കം എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഖുലഫാഉർ റാഷിദീങ്ങൾ റബീഉൽ അവ്വൽ ആഘോഷിക്കാറുണ്ടായിരുന്നു എന്ന് അൻ-നിഅമത്തുൽ കുബ്ര അലൽ ആലമീൻ എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കസുല് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നത്. പിന്നെ പിൽക്കാലത്തുള്ള നമ്മുടെ നേതാക്കന്മാർ കാലോചിതമായി ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന മദ്രസ കെട്ടിടങ്ങളോ സ്മാർട്ട് ക്ലാസ് റൂമുകളോ ഒന്നും റസൂലുള്ളാഹിന്റെ കാലത്തൊന്നുമില്ല. പക്ഷെ ദീനിങ്ങനെ കൈമാറി കൊടുക്കണമെന്നുള്ള അസല് മുത്തുനബി തങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. അതിന് നമ്മൾ കാലോചിതമായി ഓരോ മാറ്റങ്ങൾ വരുത്തുന്നു. അതൊക്കെ ബിദഅത്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് കൂട്ടമായിട്ട് നരകത്തിലേക്ക് കൊണ്ടുവരും.